പ്രിയപ്പെട്ട കുട്ടികളെ, അക്കൗണ്ടൻസിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ സബ്ജക്റ്റാണ്. പക്ഷേ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. ഒന്നാം വർഷത്തിൽ അക്കൗണ്ടൻസിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ ദിവസവും എടുത്ത കാര്യങ്ങൾ അന്നാന്ന് തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഫുൾ മാർക്ക് ഇതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ചുറ്റും ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ളതായി നമ്മൾക്കറിയാം. എന്തിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്? ലാഭം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ബിസിനസ്. ലാഭം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ബിസിനസ്. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകൾ നടക്കാറുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ വ്യാപാര സ്ഥാപനങ്ങളിൽ പോകുന്ന സമയം അവിടെ ധാരാളം ഇടപാടുകൾ നടക്കാറുള്ളതായി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻ എന്നാൽ എന്ത്? ട്രാൻസാക്ഷൻ മൂല്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ രണ്ട് കക്ഷികൾക്കിടയിൽ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മൂല്യമുള്ള അല്ലെങ്കിൽ വിലയുള്ള സാധനമോ സേവനമോ രണ്ട് കക്ഷികൾക്കിടയിൽ വിനിമയം ചെയ്യുന്നതിനെയാണ് ഇടപാട് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായി, നമ്മളൊരു വ്യാപാര സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഇടപാടുകൾ എന്ന് പറയുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങി, വിൽപ്പന നടത്തി, വിൽപ്പന, വാടക നൽകി, ശമ്പളം നൽകി, ഇലക്ട്രിസിറ്റി ബില്ല് നൽകി, ഇവയെല്ലാം ഇടപാടുകളിൽ ചിലതാണ്. ചില ഇടപാടുകൾ ധാരാളം പ്രാവശ്യം സ്ഥാപനത്തിൽ നടക്കാറുണ്ട്. ധാരാളം പ്രാവശ്യം നടക്കുന്ന ഇടപാടെന്ന് പറയുന്നത് സാധനങ്ങൾ വിൽക്കുക എന്നതാണ്. വിൽപ്പനയാണ് ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇടപാടുകൾ. എല്ലാ വ്യാപാര ഇടപാടുകളും നമ്മൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഇടപാടുകൾ ഉൾപ്പെടെ വരവ് ചെലവുകൾ എഴുതി തയ്യാറാക്കി ഒരു വ്യാപാര സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാപാര സ്ഥാപനത്തിൽ ധാരാളം ഇടപാടുകളുണ്ട്. ആ ഇടപാടുകളെല്ലാം നമ്മൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ ഇടപാടുകളും ഉൾപ്പെടുന്ന വരവ് ചെലവ് കണക്കുകൾ എഴുതി തയ്യാറാക്കി നമ്മൾ വ്യാപാര സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതും അതുപോലെ ശരിയായ ഭാവി തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതും. നമ്മൾ എഴുതി സൂക്ഷിച്ചു വെച്ച വരവ് ചെലവ് കണക്കുകൾ എടുത്തുകൊണ്ടാണ് ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ശരിയായ ഭാവി തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതും. ഇവിടെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, കാരണം എഴുതി തയ്യാറാക്കി സൂക്ഷിക്കാൻ ഇന്ന് നമ്മൾ സാധാരണമായിട്ട് ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഇന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന് കീഴിലാണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലൂക്ക പാസിയോളിയെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലൂക്ക പാസിയോളിയുടെ പ്രശസ്തമായ ഒരു ബുക്കാണ് റിവ്യൂ ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രൊപ്പോർഷൻസ്. ഇത് 1494 വെനീസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലൂക്ക പാസിയോളി, an Italian, published his books Review of Arithmetic and Geometric Proportions in
1494 at Venice. 1494 വെനീസിൽ റിവ്യൂ ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രൊപ്പോർഷൻ എന്ന തൻ്റെ ബുക്ക് ലൂക്കാ പാസിയോളി പ്രസിദ്ധീകരിച്ചു. ഈ ബുക്കിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിനെ പ്രതിപാദിക്കുന്ന ആദ്യ ബുക്കായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിനെ പ്രതിപാദിക്കുന്ന ആദ്യ ബുക്കായിട്ടാണ് റിവ്യൂ ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ജിയോമെട്രിക് പ്രൊപ്പോർഷൻസ് എന്ന ഈ ബുക്കിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂക്കാ പാസിയോളിയെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. ലൂക്കാ പാസിയോളിയെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. ആരാണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ്? ലൂക്കാ പാസിയോളി. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം ഏത്? ഡബിൾ എൻട്രി സിസ്റ്റം. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ടു ആസ്പെക്ട്സ് ഓഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട് ബുക്കുകളിൽ ഓരോ ഇടപാടിൻ്റെയും 2 ആസ്പെക്റ്റുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ സമ്പ്രദായമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇനി എന്താണ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് അക്കൗണ്ടിങ്? In simple word, we can define accounting as a language of business. ബിസിനസിൻ്റെ ഭാഷയായി അക്കൗണ്ടിങ്ങിനെ നമുക്ക് നിർവചിക്കാം. ലളിതമായി പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ലാംഗ്വേജിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആശയവിനിമയത്തിൻ്റെ ഒരു ഉപാധിയായി പ്രവർത്തിക്കുക എന്നതാണ്. ആശയവിനിമയത്തിൻ്റെ ഒരു ഉപാധിയായി അക്കൗണ്ടിങ്ങിനെ നമ്മൾക്ക് കണക്കാക്കാം. കാരണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ശേഖരിക്കുകയും അവ സാമ്പത്തിക വിവരങ്ങളാക്കി മാറ്റുകയും അത്തരം വിവരങ്ങൾ തൽപര കക്ഷികൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനായി നൽകുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ നടത്തുന്നത്. ആശയവിനിമയത്തിൻ്റെ ഉപാധിയായിട്ടാണ് അവിടെ അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ശേഖരിക്കുകയും അവ സാമ്പത്തിക വിവരങ്ങളാക്കി മാറ്റുകയും അത്തരം വിവരങ്ങൾ തൽപര കക്ഷികൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനായി നൽകുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ നടത്തുന്നത്. ആശയവിനിമയത്തിൻ്റെ ഉപാധിയായിട്ടാണ് അവിടെ അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത്. അക്കൗണ്ടിങ് കമ്മ്യൂണിക്കേറ്റ്സ് ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ തൽപരരായ കക്ഷികൾക്ക് ബിസിനസ്സിൻ്റെ റിസൾട്ടുകൾ അക്കൗണ്ടിങ് ആശയവിനിമയം നടത്തുന്നു. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അതിൻ്റെ തൽപരരായ കക്ഷികൾക്ക് ആശയവിനിമയം നടത്തുന്നത് അക്കൗണ്ടിങ് ആണ്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിനെ ബിസിനസ്സിൻ്റെ ഭാഷയായി കണക്കാക്കാം. ഏറ്റവും ലളിതമായ ആൻസർ ഇതാണ്. വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അക്കൗണ്ടിങ് എന്നാൽ എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്നതിന് മറ്റൊരു ആൻസർ കൂടി നമ്മൾക്ക് നൽകാം. അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ്, റെക്കോർഡിംഗ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. Accounting is the process of identifying, recording, measuring and communicating the required information relating to the economic activities of an organization. Accounting is a process of identifying. എന്താണ് ഐഡന്റിഫൈയിങ്? ഐഡന്റിഫൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയൽ. ഓക്കെ, റെക്കോർഡിംഗ് രേഖപ്പെടുത്തൽ, മെഷറിംഗ് അളക്കൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ആശയവിനിമയം നടത്തൽ. ഓക്കെ, റിക്വയർഡ് ഇൻഫർമേഷൻ ആവശ്യമായ വിവരങ്ങൾ, റിലേറ്റിംഗ് ടു ദി എക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആവശ്യമായ വിവരങ്ങൾ
തിരിച്ചറിയൽ, രേഖപ്പെടുത്തൽ, അളക്കൽ, ആശയവിനിമയം നടത്തൽ എന്നിവയുടെ പ്രക്രിയയാണ് അക്കൗണ്ടിംഗ്. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആവശ്യമായ വിവരങ്ങളുടെ തിരിച്ചറിയൽ, രേഖപ്പെടുത്തൽ, അളക്കൽ, ആശയവിനിമയം നടത്തൽ എന്നിവയുടെ പ്രക്രിയയാണ് അക്കൗണ്ടിംഗ്. ഇതാണ് അക്കൗണ്ടിങ്ങിലെ മറ്റൊരു ആൻസർ. ആദ്യത്തെ ആൻസർ, അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. 2, സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആവശ്യമായ വിവരങ്ങൾ തിരിച്ചറിയൽ, രേഖപ്പെടുത്തൽ, അളക്കൽ, ആശയവിനിമയം നടത്തൽ എന്നിവയുടെ പ്രക്രിയയാണ് അക്കൗണ്ടിങ്. ഇനി എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ്ങിന് ധാരാളം ഡെഫിനിഷനുകളുണ്ട്. ആ ഡെഫിനിഷനുകളിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഡെഫിനിഷനാണ് AICPAയുടേത്. എന്താണ് AICPAയുടെ ഫുൾ എന്താണ്? AICPAയുടെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന സ്ഥാപനം അക്കൗണ്ടിങ്ങിന് നൽകുന്ന നിർവചനം എന്താണ്? ഇതൊന്ന് വായിച്ചേ. Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in parts at least of a financial character and interpreting the results thereof. According to American Institute of Certified Public Accountants, accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the results thereof. According to American Institute of Certified Public Accountants, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ അഭിപ്രായത്തിൽ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. എന്താണ് ആർട്ട്? ആർട്ട് എന്ന് പറഞ്ഞാൽ കല, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തൽ. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, രേഖപ്പെടുത്തലിൻ്റെ കലയാണ്. ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ തരംതിരിക്കൽ. ഓക്കെ. ആൻഡ് സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ സംഗ്രഹിക്കൽ, ചുരുക്കൽ, ക്രോഡീകരിക്കൽ എന്നൊക്കെ പറയാം. സമ്മറൈസിങ്, ക്രോഡീകരിക്കൽ. ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ, ഒരു പ്രധാനപ്പെട്ട രീതിയിൽ. ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ, പ്രധാനപ്പെട്ട രീതിയിൽ. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൻ്റെ പദങ്ങളിൽ. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൻ്റെ പദങ്ങളിൽ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. എന്താണ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഇടപാടുകൾ. ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ. ഇവൻറ്റ്സ്, സംഭവങ്ങൾ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, ഇടപാടുകളും സംഭവങ്ങളും. വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. എന്താണ് ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക സ്വഭാവം. ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തിക സ്വഭാവം. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ്. എന്താണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഇൻ്റർപ്രറ്റിംഗ്, വ്യാഖ്യാനിക്കൽ. ദ റിസൾട്ട്സ് ദെയർ ഓഫ്, അവയുടെ റിസൾട്ടുകൾ. ഇവിടെ നമ്മൾക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്: സാമ്പത്തിക സ്വഭാവമെങ്കിലുമുള്ള ഇടപാടുകളും സംഭവങ്ങളും പ്രധാനപ്പെട്ട രീതിയിലും പണത്തിൻ്റെ പദങ്ങളിലും രേഖപ്പെടുത്തൽ, തരംതിരിക്കൽ, ക്രോഡീകരിക്കൽ, അവയുടെ ഫലങ്ങൾ വ്യാഖ്യാനിക്കൽ എന്നിവയുടെ കലയാണ് അക്കൗണ്ടിങ്. ഇതാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അക്കൗണ്ടിങ്ങിന് നൽകിയ നിർവചനം.
സാമ്പത്തിക സ്വഭാവമെങ്കിലുമുള്ള ഇടപാടുകളും സംഭവങ്ങളും പ്രധാനപ്പെട്ട രീതിയിലും പണത്തിൻ്റെ പദങ്ങളിലും രേഖപ്പെടുത്തൽ, തരംതിരിക്കൽ, ക്രോഡീകരിക്കൽ, അവയുടെ ഫലങ്ങൾ വ്യാഖ്യാനിക്കൽ എന്നിവയുടെ കലയാണ് അക്കൗണ്ടിംഗ്. എന്താണ് ഡെഫിനിഷൻ? എന്താണ്? അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് which are in part at least of financial character and interpreting the results thereof. സാമ്പത്തിക സ്വഭാവമെങ്കിലുമുള്ള ഇടപാടുകളും സംഭവങ്ങളും പ്രധാനപ്പെട്ട രീതിയിലും പണത്തിൻ്റെ പദങ്ങളിലും രേഖപ്പെടുത്തൽ, തരംതിരിക്കൽ, ക്രോഡീകരിക്കൽ, അവയുടെ ഫലങ്ങൾ വ്യാഖ്യാനിക്കൽ എന്നിവയുടെ കലയാണ് അക്കൗണ്ടിംഗ്. ഈ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്? ആരാണ് ഫാദർ ഓഫ് അക്കൗണ്ടിംഗ്? ലൂക്കാ പാസിയോളി. ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം ഏത്? ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, ഡബിൾ എൻട്രി സിസ്റ്റം. എന്താണ് ഈ അക്കൗണ്ടിംഗ്? അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഭാഷയാണ്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആവശ്യമായ വിവരങ്ങൾ തിരിച്ചറിയൽ, രേഖപ്പെടുത്തൽ, അളക്കൽ, ആശയവിനിമയം ചെയ്യൽ എന്നിവയുടെ പ്രക്രിയയാണ് അക്കൗണ്ടിംഗ്. അടുത്തത് എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ? അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക സ്വഭാവമെങ്കിലുമുള്ള ഇടപാടുകളും സംഭവങ്ങളും പ്രധാനപ്പെട്ട രീതിയിലും പണത്തിൻ്റെ പദങ്ങളിലും രേഖപ്പെടുത്തൽ, തരംതിരിക്കൽ, ക്രോഡീകരിക്കൽ, അവയുടെ ഫലങ്ങൾ വ്യാഖ്യാനിക്കൽ എന്നിവയുടെ കലയാണ് അക്കൗണ്ടിംഗ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലവണ്ണം പഠിച്ചു വെക്കണം. അടുത്ത ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന പുതിയ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, താങ്ക് യു.